ഹായ്, ഞാൻ ഹന്ന അയ്യൂബ്. നമ്മൾ ഇന്ന് ഒരു മാരേജിലേക്ക് കടക്കുന്ന സമയത്ത് പരസ്പരം നമുക്ക് എങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണറിന്റെ ഫാമിലിനെ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. നമ്മളൊരു കേരള കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പരസ്പരം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫാമിലിനെ റെസ്പെക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഇടയിലുള്ള ബോണ്ടും സ്നേഹമൊക്കെ കൂട്ടാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ഒരു ഫാമിലി കൺസെപ്റ്റിൽ ഇന്നിപ്പം മിക്കവരും മാറി താമസിക്കുന്നതായിട്ട്, അത് ജോലിന്റെ ആവശ്യത്തിനാണെങ്കിലും അവരുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയാണെങ്കിലും നമ്മൾ മാറി താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പരിധി വരെ മാറി താമസിക്കുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫാമിലിയുമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ്. പക്ഷെ നമുക്ക് ചില സാഹചര്യത്തിൽ നമ്മൾ ജോയിന്റ് ഫാമിലി ആയിട്ട് നിൽക്കേണ്ട ആവശ്യകതയും നമുക്കുള്ളതായിട്ടുണ്ട്. അപ്പം ഏത് കോണ്ടെക്സ്റ്റിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും നമുക്കൊരു 4 കാര്യങ്ങളിലേക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോടുള്ള സ്നേഹം തന്നെ നമ്മൾ അവരോടും കാണിക്കാൻ ശ്രമിക്കണം. നമ്മളൊരു ഹയർ എക്സ്പെക്ടേഷൻ ആണ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും മിക്കപ്പോഴും കീപ്പ് ചെയ്യാറുള്ളത്. കാരണം എൻ്റെ ഉമ്മ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ സ്നേഹിച്ച പോലെ, എൻ്റെ അമ്മ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഒരു വീട്ടിലേക്ക് പുതുതായിട്ട് ചെല്ലുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അത് നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചർ ആണല്ലേ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, കെയർ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ നീഡൊക്കെ. പക്ഷെ അവര് കണ്ടു വളർന്നതോ അല്ലെങ്കിൽ അവര് ജീവിച്ചു വളർന്നതോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയേക്കുന്ന ഒരു കാര്യമായിരിക്കില്ല ചിലപ്പം നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. എവിടെ നമ്മൾ അതിനൊരു ബൗണ്ടറി കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ അൺകണ്ടീഷണലായിട്ട് അവരെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളൊരു കൺസെപ്റ്റ് വെക്കുക. പലപ്പോഴും പല വീട്ടിലെ സാഹചര്യങ്ങളും നമ്മൾ ഈ പറയുന്ന അത്ര എളുപ്പമായിരിക്കില്ല, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നാൽ കൂടെ മൈ പ്രൈമറി റിലേഷൻഷിപ്പ് ആൻഡ് ബോണ്ട് ഈസ് വിത്ത് മൈ ഹസ്ബൻഡ്, അത് ഞാൻ മാക്സിമം നന്നായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൈ പ്രൈമറി റിലേഷൻഷിപ്പ് ഈസ് വിത്ത് മൈ വൈഫ്, അപ്പൊ അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ വേണം. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഒരിക്കൽ പോലും നമ്മുടെ വൈഫിനോടുള്ള ഒരു പരാതിയോ പ്രശ്നങ്ങളോ നമ്മുടെ ഇൻലോസിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, യോജിക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, ദാറ്റ് യു ഷുഡ് കീപ്പ് ഇൻ എ പ്രൈവറ്റ് സ്പേസ്. അത് നിങ്ങൾ അവരൊന്നും ഇല്ലാത്ത സമയത്ത് പരസ്പരം സംസാരിക്കാനും അതിലൊരു കാര്യങ്ങൾ ഇവിടെ പോട്ടടോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, അത് ഏറ്റവും വൃത്തിക്ക് സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ വൈഫിന് ഉൾക്കൊള്ളാനും, അതേപോലെ വൈഫിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈഫിന്റെ പാരൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പം ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവിടെയും നമുക്കൊരു പ്രൈവറ്റ് സ്പേസിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലോസ് സർക്കിളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ഡിസ്കഷൻ ആയിരിക്കണം ഇൻലോസിന്റെ പ്രശ്നങ്ങളും ഇൻലോസ് തമ്മിലുള്ള സ്വരച്ചേർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അതിൽ നമുക്കൊരു സുപ്പീരിയർ പവറും വേണം. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിനൊരു സാധനം വാങ്ങിക്കണം, അപ്പോൾ ഫാദർ ഇൻ ലോന്റെ അടുത്ത് പോയി പൈസ വാങ്ങിക്കേണ്ടതോ അല്ലെങ്കിൽ മദർ ഇൻ ലോന്റെ അടുത്ത് ഹസ്ബൻഡ് പൈസ കൊടുത്തിട്ട് അവൾ വാങ്ങിച്ചോട്ടെ എന്നുള്ള, അല്ലെങ്കിൽ എന്താ നിനക്ക് എന്തെങ്കിലും ആണെങ്കിൽ ഉമ്മന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോ, അല്ലെങ്കിൽ നിന്റെ ക്യാഷ് നീ ഉമ്മനെ ഏൽപ്പിക്കണം. അപ്പൊ അത്തരം ബിഹേവിയേഴ്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ട് വൈഫിന് കൊടുക്കേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ടോ കാര്യങ്ങളോ അത് കൃത്യമായിട്ട് നിങ്ങൾ തമ്മിലുള്ളതായിരിക്കണം. ഇതിലൊന്നും നമ്മൾ ഇൻലോസിനെയോ കാര്യങ്ങളോ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. കാരണം അവിടെ വരുന്ന സമയത്ത് ഇവരുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് നമ്മൾ വരുത്താനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം മാക്സിമം ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതും അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടും മുന്നോട്ട് പോകുന്നതായിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് പരസ്പരം രണ്ടുപേരുടെയും ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വിഷ് പറയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഹസ്ബൻഡിന് തോന്നും ഇവളെന്താ എന്നെ മനസ്സിലാക്കാത്ത എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. വൈ ആർ യു ട്രൈയിങ് ടു ഫേക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ വൈഫ്? വൈഫിന് മുന്നിൽ നമ്മൾ ഫേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാത്തതായിട്ടും ഉള്ളതായിട്ടും. അതേപോലെ വൈഫാണെങ്കിലും ഇപ്പൊ എല്ലാവരും ജോലി ചെയ്യുന്നതാണ്, എല്ലാവരുടെ കയ്യിലും ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഏറ്റവും വൃത്തിക്ക് നിങ്ങൾ തമ്മിൽ തന്നെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ വെറുതെ നമ്മളെ വീട്ടിലുള്ള പാരൻസിനെയോ ഇൻലോസിനെയോ, അത് വൈഫിൻ്റെതാണെങ്കിലും ഹസ്ബൻഡിൻ്റെതാണെങ്കിലും നമ്മൾ ഇന്റർഫിയർ ചെയ്യിക്കേണ്ടതോ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതോ കാര്യമില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ടൈമിൽ അവർ ഇന്റർഫിയർ ചെയ്യുന്നില്ല എന്നുള്ളത് രണ്ടുപേരും എഫേർട്ട് എടുത്തിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഒരു ഡേറ്റിന് പുറത്ത് പോയിട്ട് വരണം എന്നൊക്കെ ഉള്ള സമയത്ത് വേറൊരാൾ അതിൽ ഇന്റർഫിയർ ചെയ്ത് അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതിൽ ആരുടെ വീട്ടിൽ
വീട്ടുകാരുടെ അടുത്താണോ നമ്മളുള്ളത് അവിടെ അയാൾ അസേർട്ടീവായിട്ട് അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചർച്ചകളിൽ കാണാറുള്ളതാണ്. അപ്പൊ അത്തരം സംസാരങ്ങൾ ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഒരാൾ അത്തരം വിഷയങ്ങൾ പറയുകയാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഈ കോൺവെർസേഷൻ മുന്നോട്ട് വെക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് നിങ്ങൾ അസേർട്ടീവായിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ആഫ്റ്റർ ഓൾ നമുക്ക് അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരെ സ്നേഹിക്കാനുള്ളതും തിരിച്ച് അവർക്ക് നമ്മളെ വീട്ടുകാരെ സ്നേഹിക്കാനുള്ളതാണ്. അപ്പൊ പരസ്പരം മാക്സിമം അത്തരം കോൺവെർസേഷൻസ് ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ടൈമിൽ ഇവർ ഇന്റർഫിയർ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിക്ക് നോക്കി കാണുകയാണെങ്കിൽ രണ്ടുപേർക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണറിന്റെ ഫാമിലിനെ പൂർണ്ണമായിട്ടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഏറ്റെടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അവരൊക്കെ വേറെ സാഹചര്യത്തിലും വേറെ ജീവിത കോണ്ടെക്സ്റ്റിലും ജീവിച്ച് വന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു പരിധി ഉണ്ട് അവരെ മാറ്റിക്കൊണ്ടുവരാൻ. അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് അത്രയും സ്ട്രോങ്ങർ ആണെങ്കിൽ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് മാക്സിമം കുറച്ചു കൊണ്ടുവരാനും നമ്മുടെ പാർട്ട്ണറിന് അവരെ മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബോണ്ട് എപ്പോഴും സ്ട്രോങ്ങറായി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇൻലോസിനെയും പാരൻസിനെയും ഫാമിലി മെമ്പേഴ്സിനെയും കസിൻസിനെയും ഒക്കെ സ്നേഹിക്കാനും തുടങ്ങാം.